നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാവരെയും കൂടെ ബാധിക്കാറുള്ള തലവേദനയെക്കുറിച്ചാണ്. നിസ്സാരമായി തോന്നുന്ന തലവേദനയ്ക്ക് പിറകിൽ ഒളിച്ചിരിക്കുന്ന പല രോഗങ്ങളും ഉണ്ടാകും. തലവേദന എത്രമാത്രം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്, എന്താണ് ആയുർവേദത്തിൽ ഇതിന്റെ പ്രതിവിധി, എല്ലാം വിശദമായി തന്നെ അറിയാം. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ നമുക്കൊപ്പമുള്ളത് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസണും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസുമാണ്. രണ്ടുപേർക്കും സ്വാഗതം പരിപാടിയിലേക്ക്. ആദ്യം ഡോക്ടർ റോസ്മേരിയോടാണ്. ഡോക്ടർ, പലപ്പോഴും ഈ തലവേദന പലർക്കും പലപ്പോഴായിട്ട് വന്നു പോകുന്ന ഒരു അസുഖമാണ്. ഒരു ബാം പുരട്ടി അതിനെ നിയന്ത്രിക്കാമെന്ന് കരുതുന്നവരാണ് പലരും. നീണ്ടു നിൽക്കുമ്പോൾ മാത്രമാണ് ഒരു ഡോക്ടറെ പോലും എന്താണ് ഈ തലവേദനയ്ക്ക് പിന്നിലുള്ള കാരണം എന്നുള്ള ഇതിനു വേണ്ടി സമീപിക്കുന്നത്. ശരിക്കും ഈ തലവേദന അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്? എത്രത്തോളം ഗൗരവത്തോടെ കാണേണ്ട ഒരു അസുഖമാണ് ഈ തലവേദന? ഇന്നത് വളരെ കോമൺ ആണ്. പണ്ട് കാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യൻ ആധുനികതയിലേക്ക് കടന്നതും അതുപോലെ നമ്മുടെ ബിസി ലൈഫും കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും അത്തരത്തിലൊരു ലൈഫിലേക്ക് വന്നതോടെ തലവേദന ഒരു മെയിൻ പ്രശ്നമായിട്ട് തന്നെ ഇന്ന് കാണുകയാണ്. അപ്പം തലവേദനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ പറയാനായിട്ട് സാധിക്കും. പ്രൈമറി ഹെഡേക്കും സെക്കൻഡറി ഹെഡേക്കും. പ്രൈമറി ഹെഡേക്കിൽ വരുമ്പോൾ സാധാരണയായിട്ട് കാണുന്ന ഇപ്പോൾ നമ്മളൊരു ലോങ് ട്രാവലോ അല്ലെങ്കിൽ വെയിലത്ത് നടക്കുകയോ അല്ലെങ്കിൽ ഉറക്കോളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് വരുന്ന തലവേദന റെസ്റ്റ് ചെയ്ത് അതിൻ്റേതായ ഒരു റെമഡിയിൽ നമുക്കത് മാറിപ്പോകും. പിന്നെ അതിനോടൊപ്പം തന്നെ സെക്കൻഡറി ഹെഡേക്സ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല രോഗങ്ങളോട് അനുബന്ധമായിട്ട് കാണപ്പെടുന്ന ഒന്നാണ്. ഇപ്പോൾ മൈഗ്രെയിൻ പോലുള്ള ഹെഡേക്ക് വളരെയധികം പേരിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചികിത്സയുടെ ഫീൽഡിലേക്ക് വരുമ്പോൾ തലവേദന എന്ന് പറഞ്ഞ് വരുന്നവരിൽ ഒരു 70% മൈഗ്രെയിൻ ഹെഡേക്ക് കൊണ്ട് വരുന്നവരാണ്. അതുപോലെ തന്നെ തലവേദനയായിട്ട് കാണുന്നത് ഈ സൈനസ് ഇഷ്യൂസ്, പീനസം പോലുള്ള എന്ന് പറഞ്ഞാൽ കഫജമായിട്ട് വരുന്ന നമ്മുടെ ENT സൈനസുകളിലൊക്കെ കഫം കെട്ടി നിന്നിട്ട് അതിനോടനുബന്ധമായിട്ട് വരുന്ന സൈനസൈറ്റിസിനോടനുബന്ധമായിട്ട് വരുന്ന തലവേദന. ഇത് രണ്ടുമാണ് മെയിൻ പ്രധാനമായിട്ട് കാണാം. ഇനി തലവേദനയുടെ മറ്റ് ഇതുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളിലും പഠിക്കുന്ന കുട്ടികളിൽ അവരുടെ വിഷൻ്റെ പ്രോബ്ലം ആയിട്ട് നമുക്ക് കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ വരിക, അതുകൊണ്ട് തലവേദന വരിക. അതുപോലെ ഈ സിസ്റ്റത്തിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നവരിൽ അതും നമ്മുടെ വിഷൻ റിലേറ്റഡ് ആണ്. തീക്ഷ്ണമായിട്ടുള്ള ലൈറ്റിൽ കൂടുതൽ നേരം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് നോക്കിയിരിക്കുന്നതുകൊണ്ടൊക്കെ തലവേദന വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ സ്ട്രെസ് കൊണ്ടും ടെൻഷൻ, ഹെഡേക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത് ജോബ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചില തലവേദനകളാണ്. പിന്നെ പീരീഡ്സിനോടനുബന്ധമായിട്ട് സ്ത്രീകളിൽ പീരീഡ്സിനോടനുബന്ധമായിട്ടും തലവേദന കാണാം. അത് എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ ബോഡിയിൽ വരുന്ന ചേഞ്ചാണ്. എൻഡോമെട്രിയോസിസ് ഒക്കെ ഉള്ളവർക്ക് പ്രത്യേകമായിട്ട് വിവിധ തരത്തിലുള്ള വേദനകൾ കാണാറുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെഡേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് സെക്കൻഡറി ഹെഡേക്കിൽ വരുന്നതാണ് ബ്രെയിനിലുള്ള ഗ്രോത്തുകൾ അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് പോലെ മാരകമായിട്ടുള്ള ചില രോഗങ്ങളോട് അനുബന്ധമായിട്ട് വളരെ റെയറായിട്ട് വരുന്ന കാര്യങ്ങളാണത്. അപ്പോൾ നമുക്ക് ഈ തലവേദന മാറാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുന്നതനുസരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള അതുകൊണ്ടിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ പറയപ്പെടുന്ന രീതിയിലുള്ള MRI പോലുള്ള സംവിധാനങ്ങളിൽ പോയിട്ട് അത് മനസ്സിലാക്കിയിട്ട് ആ ബേസിക് ആയിട്ടുള്ള രോഗത്തിന് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി കോമൺ ആയിട്ട് കാണുന്ന മെയിൻ ആയിട്ട് വരുന്ന രണ്ട് തലവേദനകളാണ് ഈ സൈനസ് ഇഷ്യൂവും മൈഗ്രെയിൻ ഹെഡേക്കും. ഈ മൈഗ്രെയിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലരും നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈ മൈഗ്രെയിൻ മൂലം ബുദ്ധിമുട്ടുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ളൊരു ചികിത്സ, അത് ആയുർവേദത്തിൽ എത്രത്തോളം ഫലപ്രാപ്തിയുള്ള ചികിത്സ ലഭ്യമാണ്? എന്തൊക്കെ ചികിത്സാ രീതികളുണ്ട് മൈഗ്രെയിൻ ഉൾപ്പെടെ നമ്മളെ വല്ലാതെ അങ്ങ് ബാധിക്കുന്ന ഈ തലവേദനയ്ക്ക്? മൈഗ്രെയിൻ ഹെഡേക്ക് പലപ്പോഴും അതിൻ്റെ പാരമ്പര്യ ഘടകവും കൂടിയുണ്ട്. ചിലർക്ക് ഹെറിഡിറ്ററി ഫാക്ടറായിട്ട് നിന്നിട്ട് ഈ മൈഗ്രെയിൻ വരുന്ന ഒരവസ്ഥയുണ്ട്. അത് നമ്മുടെ സിരകളെ അല്ലെങ്കിൽ ശിരസിനെ ആശ്രയിച്ച് വരുന്ന സിരകളെയൊക്കെ ആശ്രയിച്ച് അതിൻ്റെ ചുരുങ്ങലിനെയും വികസിക്കലിനെയൊക്കെ വളരെയധികം റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് പറയുന്നത്. അതിൽ വാത പിത്ത ബേസിൽ വരുന്ന ഒന്നാണ്. ഇപ്പം ആയുർവേദ ചികിത്സ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ അതിലെടുക്കുന്ന ഔഷധങ്ങളും അതുപോലെ ചികിത്സകളും ഒക്കെ ദോഷ ബേസ്ഡ് ആയിട്ടുള്ള ചികിത്സകളാണ് ചെയ്യുക.
ആയുർവേദീയമായിട്ട് പറയാണ്ട് വളരെയധികം ഔഷധങ്ങൾ ഈ മൈഗ്രെയിൻ ഹെഡേക്കിന് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ചികിത്സകളും വളരെയധികം കാലം മറ്റു മരുന്നുകളൊക്കെ പ്രയോഗിച്ച് സെറ്റാവാത്ത വളരെയധികം പേര് ഈ തരത്തിലുള്ള ആയുർവേദ ചികിത്സയിലേക്ക് വന്നിട്ട് മൈഗ്രെയിനെ നമുക്ക് കറക്റ്റ് ചെയ്യാനൊക്കെ സാധിക്കാറുണ്ട്. മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിശന്നിരിക്കുക, അല്ലെങ്കിൽ കുറേ വെയിൽ കൊള്ളുക, അങ്ങനെയൊക്കെ വരുന്ന അവസ്ഥയിൽ നമ്മുടെ ഗ്യാസ്ട്രിക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ സ്ട്രെസ്സ് കൂടുതലായിട്ട് വരിക, ഉറക്കം നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ അനുബന്ധമായിട്ട് റിപ്പീറ്റഡായിട്ട് വരും. ആദ്യം ഇത് വളരെ ഗ്യാപ്പിലായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞാൽ കുറേ ഇടവിട്ട കാലത്തിലായിരിക്കും വരിക. പിന്നീട് അത് അടുത്തടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഡോക്ടറോട് സംശയം ചോദിക്കാൻ വേണ്ടി തലശ്ശേരിയിൽ നിന്നൊരു പ്രേക്ഷക ഗൗരി ചേരുന്നുണ്ട്. ഗൗരി, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, ഈ തലയിലെ, അതായത് തിരികത്തിന്റെ ആ ഭാഗമില്ല, അവിടുത്തെ ഇങ്ങനെ എപ്പോഴും സ്ഥിരമായിട്ട് ഇങ്ങനെ വേദന, പ്രത്യേകിച്ച് കാലാവസ്ഥയുടെ ഒരു വ്യത്യാസം വരുമ്പോഴാണ് അങ്ങനെ ഭയങ്കരമായിട്ട് വരുന്നത്. അതിങ്ങനെ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഇതുപോലെ വിക്സോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് അതിങ്ങനെ ഒരുപാട് സമയം ആവിയൊക്കെ പിടിച്ചാൽ കുറയും. പക്ഷെ പിന്നെ ഇതുപോലെ റിപ്പീറ്റഡായി ഫ്രീക്വന്റ് ആയിട്ട് ചെറിയൊരു കാലാവസ്ഥ വ്യതിയാനം വരുമ്പോഴേക്കും ഇങ്ങനെ വരിക. അതിന്റെ ഒരു കാരണം സൈനസ് ആണോ എന്ന് സംശയം. അതെ, തീർച്ചയായിട്ടും അത് സൈനസ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. നമ്മുടെ പുരികത്തിന്റെ അവിടെയുള്ള ഫ്രോണ്ടൽ സൈനസുകളാണ്. ഫ്രോണ്ടൽ സൈനസിൽ കഫത്തിന്റെ ഇത് കൂടും. ഇപ്പോൾ തണുപ്പ് മാത്രമല്ല, ചൂട്, പൊടി, ഇതൊക്കെ ഇത്തരത്തിലുള്ള ഡസ്റ്റ് വന്നിട്ടുള്ള അലർജിക് ഇതുകൊണ്ട് നമ്മൾ തുമ്മലും ജലദോഷവും അതുപോലെ ഈ കഫത്തിന്റെ അത് ഈ സൈനസുകളിൽ അടിഞ്ഞു കൂടിയിട്ട് വരുന്നതാണ് ഈ സൈനസൈറ്റിസ് പോലുള്ള അവസ്ഥ വരുമ്പോൾ വരുന്ന ഒരു തലവേദനയാണത്. അവിടെ നമുക്ക് ഫലപ്രദമായിട്ടുള്ള ആയുർവേദ ചികിത്സകളിലേക്ക് വരാൻ പറ്റും. നസ്യത്തിനായിട്ട് സുരസാദ തൈലം വെച്ചിട്ടുള്ള നസ്യം, അതുപോലെ സുരസാദ തൈലം തന്നെ നെറുകയിൽ വെക്കാം. കുടവൻ്റെ ഇല ഇതൊക്കെ ഇട്ട് വെളിച്ചെണ്ണ മുറുക്കിയിട്ട് നമുക്ക് തേക്കാനായിട്ട് ഉപയോഗിക്കാം. ആഹാര കാര്യങ്ങളിലും അതുപോലെ തല കുളിക്കണയിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ആ ബേസിക്കായിട്ടുള്ള ആ കഫദോഷത്തിനുള്ള ചികിത്സയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് അത് മാറുക ബേസിക്കലി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന് ആവി കൊണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ ഒന്ന് ആവി കൊണ്ടപ്പോൾ അത് കുറവായി, വീണ്ടും 2 ദിവസം കഴിയുമ്പോൾ അത് വരുന്നു. അതിന് കാരണമായിട്ടുള്ള ആ കഫവൃദ്ധിയെ തടയുന്ന രീതിയിലുള്ള ഔഷധങ്ങളും ആഹാരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വിഹാരങ്ങൾ, കുളിയിൽ പ്രത്യേക ശ്രദ്ധ വേണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് അതിനെ തീർച്ചയായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. സുമേഷ് ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടറെ, നമ്മൾ ഈ കുറച്ചു നേരം വെയിൽ കൊണ്ടാ ഉടനെ തന്നെ ഭയങ്കര തലവേദന ഉണ്ടാവുന്നത്, അതെന്താ സംഭവം? ഒരു കഫത്തിന്റെ ഇത് തന്നെ അവിടെ വരുന്നവരിലാണ് കൂടുതലായിട്ട് അത്തരത്തിലുള്ള ഒരു വേദന കാണപ്പെടുന്നത്. വെയിൽ കുറേ നേരം കൊണ്ട് വെയിലത്തൊക്കെ നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ വരുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ മൈഗ്രെയിൻ ഹെഡേക്ക് പോലെയൊക്കെ ഉള്ളവരിലാണെങ്കിൽ പ്രത്യേകിച്ചും കുറച്ച് തന്നെ വെയിൽ കൊണ്ടാൽ ഇത്തരത്തിൽ തലവേദന വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ ഒരു ഏറ്റവും ചികിത്സ എന്ന് പറയുന്നത് നിദാന പരിവർജനമാണെന്നാണ് പറയുക. മറ്റ് മരുന്നുകളെ കൊണ്ടുള്ള ചികിത്സേനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ നമുക്ക് കാര്യം അറിയാം. ഞാൻ വെയിലുകൊണ്ട് എനിക്ക് തലവേദന വരുന്നു, അപ്പോൾ കുട യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം. അത്തരത്തിലുള്ള തലവേദനയ്ക്ക് നമുക്ക് നെറ്റിലേപം പോലെയൊക്കെ മർമാണി ഗുളിക അല്ലെങ്കിൽ ശിരോമർമാണി വടകം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് നല്ലോണം അരച്ച് കച്ചൂരാതി പൊടിയും പുളിഞ്ഞരമ്പും ഒക്കെ ചേർത്ത് പേസ്റ്റ് പോലെയൊക്കെ ഇട്ട് നെറ്റിയിൽ ലേപനത്തിനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ത്രിഫലാദി എണ്ണ നെറുകയിൽ വെച്ച് കുളിക്കാം. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ കൂട്ടത്തക്ക രീതിയിലുള്ള ചവനപ്രാശോ അല്ലെങ്കിൽ നെല്ലിക്ക ചതച്ച് അതിൻ്റെ നീരെടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് ദിവസവും കഴിക്കുക. അങ്ങനെയൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഒരു പ്രശ്നം കൂടി ചേരുന്നുണ്ട് ഡോക്ടർ. രാജു കോട്ടയത്ത് നിന്ന്. രാജു ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടറെ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദന വരുവാണേ. പ്രത്യേകിച്ച് പുറത്തെല്ലാം പോയിട്ട് വരുമ്പോഴാണ് ഈ തലവേദന ഇങ്ങനെ കൂടുന്നത്. അതെന്താ കാരണം? എന്താ? എന്ത് പ്രായമുള്ള ആളാ? 42. മറ്റസുഖങ്ങളൊന്നും ഇല്ലല്ലോ? പ്രഷർ, കൊളസ്ട്രോള്? 42. തലവേദന ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു 3-4 വർഷമാവുന്നേ. സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളും തീഷ്ണോഷ്ണമായിട്ടുള്ള സാധനങ്ങളൊക്കെ കുറയ്ക്കുക. പിന്നെ പെട്ടെന്ന് യാത്രയൊക്കെ ചെയ്തു വരുന്ന ഇങ്ങനത്തെ തലവേദനകൾ മാറാനായിട്ട് തിക്തകം കഷായം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. തിക്തകം കഷായം 15 മില്ലി 60 ml വെള്ളമൊക്കെ ഒഴിച്ച് 2 നേരം കഴിക്കുക. നെറുകയിൽ വെച്ച് കുളിക്കാനായിട്ട് ബലാഹടാതി വെളിച്ചെണ്ണ നെറുകയിൽ വെച്ച് കുളിക്കാൻ ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ദഹനത്തിനെയൊക്കെ പ്രോപ്പറാക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ,
അങ്ങനത്തെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഗ്യാസ്ട്രിക് പ്രോബ്ലം വന്നാലും ഇങ്ങനെ പെട്ടെന്ന് യാത്രയൊക്കെ ചെയ്യുമ്പോഴും വെയിലും ഇതൊക്കെ കൊണ്ടാൽ ഇത്തരത്തിലുള്ള തലവേദനകൾ വരും. എപ്പോഴും സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ തലവേദനയൊക്കെ വരുന്ന ആളാണെങ്കിൽ നസ്യം, തളം മുതലായിട്ടുള്ള ചെറിയ ചെറിയ ചികിത്സാ പ്രയോഗങ്ങളെ കൊണ്ടും ഔഷധങ്ങളെ കൊണ്ടും ഒക്കെ അതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. കൂടെ കൂടെ വരുന്ന തലവേദന പലരും വർഷങ്ങളോളം ഇത് സഹിച്ച് അങ്ങനെ കൊണ്ടുപോവുകയാണ്. നിസ്സാരമായ എന്തെങ്കിലും കാരണമാണ് ഇതിന്റെ പുറകിലെന്ന് കരുതിയിട്ട്. പക്ഷേ അങ്ങനെയല്ല. തലവേദന വന്നാൽ നമ്മൾ ഉടൻ തന്നെ ഡോക്ടറെ പോയി കാണേണ്ടതുണ്ടോ, അതോ എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന തലവേദനയ്ക്കാണ് നമ്മൾ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടത്, ചികിത്സ തേടേണ്ടത്? റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന തലവേദന, ഇപ്പോൾ ചില വ്യക്തികളിൽ ഈ പറഞ്ഞോണം കൂടെ കൂടെ തലവേദന വന്ന് മാറാത്തൊരവസ്ഥ. ഇപ്പോൾ മൈഗ്രെയിൻ ഹെഡേക്ക് പോലെയുള്ളവരിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് എൻ്റെ ഓറയും കാര്യങ്ങളൊക്കെ മന്ത്ലി വൺസ് വരും, പിന്നെ അത് കറക്റ്റ് ചെയ്യാണ്ടാവുമ്പോൾ കൂടെ കൂടെ വരുന്ന ഒരവസ്ഥ വരും. അങ്ങനെയുള്ള സമയങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു MRI പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് നിർദ്ദേശപ്രകാരം ബ്ലഡ് ടെസ്റ്റുകളും ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ അത്തരത്തിലുള്ള ചികിത്സയിലേക്ക് വരാനായിട്ട് സാധിക്കും. പിന്നെ ഈ പറഞ്ഞോണം സൈനസ് ഇഷ്യൂസോ മൈഗ്രെയിൻ ഹെഡേക്കോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെതായ ലക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പീരീഡ്സിനോടനുബന്ധമായിട്ട് വരുന്നത്, അതുപോലെ കുട്ടികളിലും മുതിർന്നവരിലൊക്കെ വരുന്ന വിഷൻ പ്രോബ്ലം കൊണ്ട് വരുന്ന, അതിന് തർപ്പണം പോലുള്ള ചികിത്സകളൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ആയുർവേദ ചികിത്സകളുണ്ട്. ഇപ്പോൾ മൈഗ്രെയിൻ പോലുള്ള ഹെഡേക്ക് അങ്ങനത്തെ അവസ്ഥയിൽ സ്നേഹപാനം കൊടുത്ത് വമനവും നസ്യം, വസ്തി മുതലായിട്ടുള്ള ശോധന ശമന ചികിത്സകൾ എന്ന് പറയും. 2 രീതിയിലുള്ള ചികിത്സകളുണ്ട്. അക്യൂട്ടായിട്ട് വളരെയധികം നാൾ നീണ്ടു നിന്നതും കൂടെ കൂടെ വരുന്നതൊക്കെ ആയിട്ടുള്ള അത്തരത്തിലുള്ള തലവേദനകളിൽ ശോധന ചികിത്സ ചെയ്തതിന് ശേഷം ശമനങ്ങളായിട്ടുള്ള ഔഷധങ്ങളെ കൊടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ENT ക്ലെൻസിങ്, ശരീരശുദ്ധിയും അതുപോലെ ഈ സ്രോതസ്സുകൾ, കഫത്തിന്റെ സ്രോതസ്സുകളെ ശുദ്ധി ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും തലവേദന വരാതിരിക്കാനുള്ള മരുന്നുകളെ കൊടുക്കുമ്പോൾ അതിനെ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നെറുകയിൽ എണ്ണ വെച്ച് കുളിക്കുന്ന, എണ്ണ തേച്ച് കുളിക്കൊക്കെ വളരെയധികം ഗുണങ്ങളുള്ളതാണ്. ആയുർവേദ ആചാര്യന്മാർ വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി ചേർത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ശിരസിലും ദേഹത്തും ഒക്കെ എണ്ണ തേച്ച് കുളിക്കുന്നതുകൊണ്ടുള്ള നമ്മുടെ ഉറക്കത്തിനെ കറക്റ്റ് ചെയ്യാനും കണ്ണിൻ്റെയും മുടിയുടെയും വളർച്ചയ്ക്കും കണ്ണിൻ്റെ വിഷനെ പ്രോപ്പറാക്കാനും അതുപോലെ നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ ഉചിതമായിട്ടുള്ള എണ്ണകൾ നെറുകയിൽ വെച്ചാലൊക്കെ തീർച്ചയായിട്ടും ഇത് പരിഹരിക്കാവുന്നതാണ്. ഈ തലവേദനയ്ക്ക് പലപ്പോഴും ഭക്ഷണം കൂടി ഒരു കാരണമാകുന്നുണ്ടോ എന്ന് പലർക്കും സംശയമുണ്ടാകും. ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ആയുർവേദ ചികിത്സയിൽ വരുമ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് ഇതിന് പരിഹാരം കാണാവുന്ന പല പൊടിക്കൈകളുമുണ്ട്. ഇതിപ്പോൾ ആയുർവേദ ചികിത്സയിൽ അതൊരു ചികിത്സയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഭക്ഷണക്രമത്തിൽ ഈ പഥ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് ഈ തലവേദനയുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയ്ക്ക് നമ്മൾ നിയന്ത്രണം കൊണ്ടുവരേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്? ഇത് ഈ തലവേദനയ്ക്ക് ഡോക്ടർ പറഞ്ഞതുപോലെ നിദാന പരിവർജനം വലിയൊരു ഘടകം തന്നെയാണ്. നമ്മൾ ആഹാരവിഹാരങ്ങളിലൂടെ ഒരുപാട് നമുക്ക് തലവേദനയെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ ആഹാരത്തിലെടുക്കുകയാണെങ്കിൽ തന്നെ മൈഗ്രെയിൻ പോലെയുള്ള തലവേദനയ്ക്ക് എരിവ്, പുളി, അതുപോലെ മസാല ഫുഡുകളൊക്കെ ഒഴിവാക്കിയാൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് മൈഗ്രെയിനെ തടയാനും, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, അതുപോലെ വിശന്നിരിക്കുക, നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പ്രോപ്പറായിട്ട് സമയത്ത് ഫുഡ് കഴിക്കുന്നത് ഇതുപോലെ തടയാനും ഹെൽപ്ഫുള്ളാണ്. നമ്മൾ IT ഫീൽഡിൽ അതുപോലെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഉറക്കമില്ലായ്മ അതൊക്കെ അതിനൊരു ട്രിഗറിങ് ഫാക്ടറാണ്. അപ്പോൾ നന്നായി ഉറങ്ങുക എന്നുള്ളത് അതിന് വലിയൊരു സഹായകരമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ദൂരയാത്രകൾ, വിശന്നിരിക്കുന്നത് അതൊക്കെ ഒരു കാരണമാണ്. വിശപ്പ് നമ്മൾ കറക്റ്റായിട്ടുള്ള സമയത്ത് തന്നെ ഫുഡ് സ്കിപ്പ് ചെയ്യാതെ കഴിക്കാൻ എപ്പോഴും ശ്രമിക്കാം. അതുപോലെ തന്നെ വെയിൽ കൊള്ളുന്നത് അതൊക്കെ ഒരു ട്രിഗറിങ് ഫാക്ടർ തന്നെയാണ്. അതിന് നമ്മൾ എപ്പോഴും വേണമെങ്കിൽ അങ്ങനെ നമുക്ക് മൈഗ്രെയിൻ ഉള്ളവർക്ക് എപ്പോഴും ഒരു ക്യാപ്പോ അല്ലെങ്കിൽ കുടയോ എപ്പോഴും കയ്യിൽ വെക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ഈ തലവേദന കൂടുതൽ കാണുന്നുണ്ട്. അവരിൽ എപ്പോഴും റൂമിൻ്റെ ആണെങ്കിലും ലൈറ്റിങ് ക്രമീകരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും ഇരുട്ടുമുറിയിലിരിക്കാതെ വെളിച്ചമുള്ള റൂമും അതുപോലെ വായു സഞ്ചാരമുള്ള റൂമിലൊക്കെ ഇരിക്കാനും ജോലി ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കമ്പ്യൂട്ടറിലെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ്, എന്തെങ്കിലും ബ്ലറോ അല്ലെങ്കിൽ ഗ്ലെയർ, അങ്ങനെ വെളിച്ചം മിന്നി മറയുന്നത് അതൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക.
എപ്പോഴും ഹൈറ്റും ഡിസ്റ്റൻസും എപ്പോഴും ശരിയായ രീതിയിൽ തന്നെ ക്രമീകരിച്ച് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക, IT-യിലുള്ളവർ പ്രത്യേകിച്ച്. പിന്നെ വരുന്നൊരു തലവേദനയാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ സൈനസ് ഇതിലൊക്കെ കഫം നിറഞ്ഞിരുന്ന് അങ്ങനെ തലവേദന പോലെ വരുന്നതാണ്. അതിന് ആവി പിടിക്കുന്നത് ഒരു പരിധി വരെയൊക്കെ നമുക്ക് അതിനെ തടയാനുള്ള ഒരു മാർഗമാണ്. ആവി പിടിക്കുമ്പോൾ അതിൽ തുളസിയില, ആടലോടകത്തിൻ്റെ ഇല, ആവണക്കില, അതുപോലെ പനിക്കൂർക്കയില, കർപ്പൂരം, ഇതൊക്കെ ഇട്ട് നമ്മൾ ആവി വെന്ത് ആ ആവി പിടിക്കുന്നത് അവിടുത്തെ സൈനസിലുള്ള കഫത്തെ അലിയിപ്പിച്ചത് കുറയ്ക്കാനും സൈനസിൻ്റെ കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തണുത്ത ആഹാരങ്ങൾ, തണുത്ത പാനീയങ്ങൾ, അതുപോലെ തൈര് രാത്രി കഴിക്കുന്നത്, അതൊക്കെ കൂടുതലും ഒഴിവാക്കുക. പിന്നെ തല കുളിക്കുന്നത് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇപ്പം നമ്മൾ സൈനസൈറ്റിസ് മൈഗ്രെയിനിൽ പറഞ്ഞതുപോലെ തന്നെ ഇവർ രാവിലെ തന്നെ എഴുന്നേറ്റ് തല കുളിക്കുന്നതും എണ്ണ തേച്ച് കുളിക്കുന്നതൊക്കെ പരമാവധി ഒഴിവാക്കുക. അതും ഇതുപോലെ സൈനസൈറ്റിസ് കൂടുതൽ ആവാനൊക്കെയുള്ള ഒരു കാരണമാകുന്നുണ്ട്. അതുപോലെ തല കുളിക്കുന്ന സമയത്ത് നമുക്ക് ത്രിഫലത്തുണ്ട് അല്ലെങ്കിൽ പുളിയാറിലേക്ക് ഇട്ട് വെന്ത വെള്ളം മാറി അത് തലയിൽ ഒഴിച്ച് കുളിക്കുന്നതും സൈനസൈറ്റിസിന് നല്ലതാണ്. ഡോക്ടർ റോസ്മേരി വിൽസൺ, ഇതിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, പല ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥയ്ക്കുള്ളൊരു ലക്ഷണമായിട്ടാണ് ഈ തലവേദന മാറിക്കൊണ്ടിരിക്കുന്നത്. അത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇത് എങ്ങനെയാണ് ഒരു തലവേദന വന്നാൽ വളരെ ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥയിലേക്ക് നയിക്കുന്ന തലവേദനയിൽ ആയുർവേദത്തിൽ ചികിത്സ ഉള്ളത്? അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എപ്പോഴൊക്കെ തലവേദന വരുന്നോ അപ്പോഴൊക്കെ നമ്മൾ ഡോക്ടറോട് പോയിട്ട് അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാതെ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സാ രീതി പോലും പിന്തുടരാതെ മുന്നോട്ട് പോകുന്നവരുണ്ട്, ഈ ബാമൊക്കെ പുരട്ടിയിട്ട്. അപ്പോൾ രോഗം വന്നാൽ, അതായത് തലവേദന വന്നാൽ ഇത് ഒരു രോഗാവസ്ഥയിലേക്ക് നയിക്കുന്ന കാരണമാണ് എന്നുള്ള ഒരു മുൻകരുതലിലേക്ക് ഒരു രോഗി എത്തേണ്ടത് എപ്പോഴാണ് ഡോക്ടർ? ജനറലി കാണുന്ന തലവേദനകളൊക്കെ ഈ പറഞ്ഞോണം ഇതുപോലെ സൈനസ്, മൈഗ്രെയിൻ, അതുപോലെ വിഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന, പീരീഡ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന, പിന്നെ ഫാറ്റീഗ്, നമുക്ക് ക്ഷീണമൊക്കെ വരുന്നതിനോടനുബന്ധമായിട്ടൊക്കെ വരുന്ന തലവേദനകളാണ്. എന്നാൽ വളരെ കാലം നീണ്ടു നിൽക്കുന്നതും അല്ലെങ്കിൽ ജനറലി വീക്ക്നെസ് വരിക, അല്ലെങ്കിൽ തീക്ഷ്ണമായിട്ടുള്ള തലവേദന, അങ്ങനത്തെയൊക്കെ അവസ്ഥ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാ മോഡേൺ ഫെസിലിറ്റീസും ഉള്ളതാണ്, ഏത് ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്യുന്നവരായാലും. അപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് അതിൻ്റെ ചെക്കപ്സ് ഒക്കെ ചെയ്തതിന് ശേഷം ആയുർവേദത്തിൽ ചികിത്സ പ്രാപ്യമായിട്ടുള്ളതിന് മാത്രം നമ്മൾ സ്വീകരിക്കുക. അതർവൈസ് മറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതാണ് ഒരു ഫിസിഷ്യനെ കുറിച്ച് ഏറ്റവും സത്യസന്ധമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നമ്മൾ ഏറ്റവും അങ്ങനെ മാരകമായിട്ടുള്ള എന്തെങ്കിലും ഇതുകൾ, ഇപ്പോൾ ട്യൂമർ, ക്യാൻസറസ് ആയിട്ടുള്ള എന്തെങ്കിലും ഗ്രോത്തുകൾ, അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ അതിൽ തീർച്ചയായിട്ടും സർജിക്കൽ എയ്ഡൊക്കെ പലപ്പോഴും ആവശ്യം വരും. അപ്പോൾ നമ്മൾ അതിന് സമയം കളയാതെ കറക്റ്റായിട്ട് അവരെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു രീതിയിൽ ചികിത്സ ലഭിക്കാനും രോഗത്തിന്റെ സുഖപ്രാപ്തിയിലേക്ക് വരാനും ഒക്കെ സഹായിക്കുകയും ചെയ്യും. നിത്യജീവിതത്തിൽ പലപ്പോഴും ഈ ഫാസ്റ്റ് ഫുഡിന്റെ ഉപയോഗം, അതുപോലെ തന്നെ ഒരുപാട് സമയം സ്ക്രീനിൽ നോക്കി, ഇപ്പോൾ കുട്ടികൾ പോലും മൊബൈൽ സ്ക്രീനിന്റെ മുന്നിലാണ്. അപ്പോൾ തലവേദനയ്ക്ക് പല പല കാരണങ്ങളുണ്ട്. അപ്പോൾ നേരത്തെ ഡോക്ടർ മരിയ പത്രോസ് പറഞ്ഞ പോലെ തന്നെ ഭക്ഷണ നിയന്ത്രണത്തിൽ അത് കൃത്യമായി ഒരു ക്രമം പാലിച്ച് മുന്നോട്ട് പോയാൽ തന്നെ തലവേദന കുറയും. പക്ഷേ ഈ ആയുർവേദ മെഡിസിൻ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ചിട്ട പുലർത്തേണ്ടതുണ്ട്, ഉറക്കത്തിൽ ഉൾപ്പെടെ. അതുപോലെ സ്ക്രീനിൽ അതിന്റെ എത്ര സമയം വേണം നിയന്ത്രണം എന്നതുൾപ്പെടെ, അതിനുൾപ്പെടെ നമ്മളൊരു നിയന്ത്രണം കൊണ്ടുവന്നാൽ മാത്രമാണോ ഈ തലവേദനയ്ക്ക് ആയുർവേദ ചികിത്സയിൽ കൃത്യമായിട്ടുള്ള ഒരു ഫലപ്രാപ്തി ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ? എപ്പോഴും ഏത് ചികിത്സയിലായാലും ഇപ്പം ആയുർവേദ ചികിത്സ പറയുമ്പോൾ പഥ്യാപഥ്യങ്ങൾ നമ്മൾ എപ്പോഴും, അല്ലെങ്കിൽ ആഹാരവിഹാരങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധ വേണമെന്ന് നമ്മളെപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ തലവേദനയ്ക്കുള്ള ബേസിക് ആയിട്ടുള്ള നിദാനം തന്നെ, കാരണം തന്നെ നമുക്കറിയാം, കുട്ടികളായാലും റിപ്പീറ്റഡ് ആയിട്ട് മൊബൈലിലും കാർട്ടൂൺസും ഇതൊക്കെ കണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ വിഷനിൽ വരുന്ന ചേഞ്ചസ് ഉള്ളവരിലാണെങ്കിൽ അത് പെട്ടെന്ന് കൂടാനുള്ള സാധ്യതകളാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ആഹാരങ്ങൾ, ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അത് ദഹിക്കാനായിട്ട് നമ്മുടെ ഡൈജഷനെ അത് വളരെയധികം ബാധിക്കും. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ വരുന്ന ഒരവസ്ഥ, ഇത്തരത്തിലുള്ള ഫ്രൈഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡ്സൊക്കെ അധികം കഴിക്കുമ്പോൾ കുട്ടികളിൽ വരെ വളരെയധികം കോൺസ്റ്റിപ്പേഷൻ കാണുന്നു. ഈ കോൺസ്റ്റിപ്പേഷൻ എപ്പോഴും തലവേദനയ്ക്ക് ഒരു കാരണം കൂടിയാണ്. അപ്പം ഫ്രൂട്ട്സിന് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ, വീട്ടിൽ തന്നെയുള്ള പഴങ്ങളെയൊക്കെ ആഡ് ചെയ്ത് കുട്ടികളായാലും മുതിർന്നവരായാലും കഴിക്കാനായിട്ട് ഏറ്റവും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ
വെള്ളം നന്നായിട്ട് കുടിക്കുക. അത് നമ്മുടെ ബവൽ മൂവ്മെൻറ്റ്സിനെ കറക്റ്റ് ചെയ്യാനും അതുപോലെ മലശോധനയ്ക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. ഇത്തരത്തിൽ പല ആഹാരവിഹാരങ്ങളും ഈ ചികിത്സയിൽ ബാധകമാണ്. ഇപ്പോൾ കണ്ണിന്, നേത്രത്തിന് അധികവും ഈ സ്ക്രീനിലൊക്കെ വർക്ക് ചെയ്യുന്നവരും ഇതുപോലെ കുട്ടികൾ കളിക്കുന്നതുകൊണ്ടൊക്കെ വിഷൻ റിലേറ്റഡ് ആയിട്ടാണ് തലവേദന അധികമായിട്ട് വരിക. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഗുണകരമായിട്ടുള്ള രീതിയിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ജീവന്ത്യാധികൃതം പോലുള്ള നെയ്യ് ഏറ്റവും എൻ്റെ വിഷന് വേണ്ടിയിട്ടൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അത് വെച്ച് തർപ്പണം, അതുപോലെ ഓറലി കഴിക്കാനായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ജനറൽ ഓപ്റ്റിക് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അതുപോലെ അതിൻ്റെ പ്രവർത്തനത്തെ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള ഔഷധങ്ങളും ചെറിയ ചെറിയ രീതിയിലുള്ള നിറയിൽ തളം വയ്ക്കുക, അത്തരത്തിലുള്ള ചികിത്സകളെ കൊണ്ടൊക്കെ ഈ തലവേദനയെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിരുന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ ഇൻസിസ്റ്റ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ കുട്ടികളായാലും ഇപ്പോൾ അവരത് അനുസരിക്കണമെന്നില്ല നമ്മൾ പറയുന്നത്. അവർക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള കളികളിലുമൊക്കെ ആയിരിക്കും കൂടുതൽ അത് കാണാനായിരിക്കും ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ വീട്ടുകാരുൾപ്പെടെ അതിൽ എൻഗേജ് ചെയ്തിട്ട് അവർക്ക് മറ്റ് അതർ ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം. ഓക്കെ ഡോക്ടർ, തലവേദനയെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി സംസാരിച്ചത്. KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യനായിട്ടുള്ള ഡോക്ടർ റോസ്മേരി വിൽസണും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസുമാണ് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക്, നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകിയത്. രണ്ടുപേർക്കും ഒരുപാട് നന്ദി. പരിപാടിയോടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.